ഇടുക്കി ഏലപ്പാറ ചെമ്മണ്ണിൽ ഓടിക്കൊണ്ടിരുന്ന കാറിന് തീപിടിച്ചു. വാഹനത്തിലുണ്ടായിരുന്നവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. തമിഴ്നാട് സ്വദേശികൾ സഞ്ചരിച്ച കാറാണ് കത്തിയത്. അതിന്റെ ദൃശ്യങ്ങൾ ലഭ്യമായിട്ടുണ്ട്. ആദ്യം ദൃശ്യങ്ങളിലേക്ക്. രാഹുൽ വിജയൻ വിവരങ്ങളുമായി ഇടുക്കിയിൽ നിന്ന് ചേരുന്നുണ്ട്. രാഹുൽ, കാറ് പൂർണ്ണമായി കത്തിയിട്ടുണ്ട്. എന്താണ് സംഭവിച്ചത്? എത്ര പേർ വാഹനത്തിലുണ്ടായിരുന്നു? എപ്പോഴാണ് ഈ സംഭവം? രാഹുൽ, വിവരങ്ങൾ എന്താണ്? രജിത്ത്, ഈ കാറിന് ഇപ്പോഴും തീ അണയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. തീ അടയ്ക്കാനുള്ള ശ്രമം ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കാർ പൂർണ്ണമായിട്ടും കത്തിയിട്ടുണ്ട്. നമ്മൾ ആ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ ഭയാനകമായ ദൃശ്യങ്ങളാണ്. വലിയ തോതിൽ തന്നെ തീ പടർന്ന് ഉയരുകയായിരുന്നു. തമിഴ്നാട് സ്വദേശികൾ 4 പേരടങ്ങുന്ന തമിഴ്നാട് സ്വദേശികൾ സഞ്ചരിച്ച കാറായിരുന്നു. ഏലപ്പാറ ചെമ്മണ്ണിൽ എത്തിയപ്പോൾ ഈ വാഹനത്തിൽ നിന്ന് പുക ഉയരുന്നത് കണ്ട വാഹനത്തിൽ ഉണ്ടായിരുന്ന 4 പേരും ഇറങ്ങി മാറിയതുകൊണ്ടാണ് വലിയ ദുരന്തം ഒഴിവായതെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. എന്തായാലും ആ കാർ പൂർണ്ണമായിട്ടും നിന്ന് കത്തുകയാണ്. റെനോൾട്ടിന്റെ ട്രിബർ എന്ന് പറയുന്ന കാറാണ് ഈ അപകടത്തിൽപ്പെട്ടത്. ഈ തീ പിടിച്ചത് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. സമാനമായ കമ്പനിയുടെ വാഹനങ്ങൾ ഈ മലയോര മേഖലയിൽ പലപ്പോഴായിട്ട് തീ പിടിച്ച അപകടത്തിൽപ്പെട്ടിട്ടുണ്ട്. അതേ രീതിയിൽ തന്നെയാണ് ഈ കാറും കത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി മോട്ടോർ വാഹന വകുപ്പിന്റെ പരിശോധന അടക്കം ഉണ്ടാകേണ്ടതുണ്ട്. എന്തുകൊണ്ടാണ് ഈ തീപിടുത്തത്തിന് കാരണം എന്നടക്കമുള്ള കാര്യങ്ങൾ കണ്ടെത്താൻ വേണ്ടി മോട്ടോർ വാഹന വകുപ്പിന്റെ പരിശോധന അനിവാര്യമാണ്. അതിനുശേഷം മാത്രമേ എന്താണ് കാരണമെന്ന് പറയാനും നമുക്കും കഴിയുകയുള്ളൂ. നിലവിൽ എന്തായാലും ആ കാറ് ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുകയാണ്. ഫയർഫോഴ്സ് തീ അണയ്ക്കാനുള്ള ശ്രമം ഊർജിതമായി തന്നെ നടത്തുകയും ചെയ്യുന്നുണ്ട്. നാട്ടുകാരും ഒപ്പം കൂടിയിട്ടുണ്ട്. 4 പേർ അവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം. ശരി, രാഹുൽ വിജയൻ ഇടുക്കിയിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. കാർ പൂർണ്ണമായി കത്തി നശിച്ചിട്ടുണ്ട്. തീ പടരുന്നത് കണ്ട ഉടനെ തന്നെ അതിനകത്തുള്ള ആളുകൾ പുറത്തേക്ക് ഇറങ്ങിയതിനാലാണ് വലിയ അപകടം ഒഴിവായത്. 4 പേരാണ് ആ കാറിൽ ഉണ്ടായിരുന്നത്. തമിഴ്നാട് സ്വദേശികൾ സഞ്ചരിച്ച കാറാണ് ഇങ്ങനെ അപകടത്തിൽപ്പെട്ടത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.